വലിയ പ്രക്ഷോഭം, അതിന്റെ തുടർച്ചയായി വലിയ വിജയം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് പിന്നാലെ സമരം പിൻവലിക്കുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനങ്ങളാണ് പിന്നീട് CJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും സമരത്തിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച മറ്റ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇന്ന് രാജ്യം കണ്ടത്. സൗരവ് ദാസാണ് ഔദ്യോഗികമായി സമരം പിൻവലിക്കുന്നുവെന്ന് CJPക്ക് വേണ്ടി പ്രഖ്യാപനം നടത്തിയത്. കേന്ദ്ര സർക്കാരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു പ്രഖ്യാപനം വന്നത്. പാർട്ടി വക്താവിന്റെ ഭാഗത്ത് നിന്ന് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്ത കേസുകൾ പിൻവലിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും CJP നേതൃത്വം വ്യക്തമാക്കുകയാണ്. നീറ്റിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് സർക്കാർ എന്നതാണ് വക്താക്കളുടെ ഉൾപ്പെടെ CJP നേതൃത്വത്തിന്റെ പ്രതികരണം. The Congress Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timelines. हम तमाम मांगे जो हमारी थी वो मान ली गई है, तो हम इमीडिएट इफेक्ट से प्रोटेस्टर्स से रिक्वेस्ट करते हैं कि आप विड्रॉ करें, पीसफुली अपने घर वापस जाएं और आगे की जो भी हमारी रणनीति होगी या बातचीत होगी उससे हम आपको अवगत कराएंगे. लेकिन प्रोटेस्टर से हम रिक्वेस्ट करते हैं कि इमीडिएट इफेक्ट से आप विड्रॉ करें, हमारी मांगे जो है वो मान लीजिए. कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो, वो चाहे दिल्ली पुलिस के द्वारा हुआ हो, चाहे वो BJP रूल स्टेट्स में कहीं हुआ हो, तो वो FIR की कॉपी भी इनको हम देंगे और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा. इस बात को सरकार ने स्वीकारा है जो प्रोटेस्टर्स के साथ प्रोटेस्ट के दौरान हुआ है. പി ബസന്താണ് വിവരങ്ങൾ വായിച്ചത്. ബസന്ത്, പലവിധ മുന്നേറ്റങ്ങൾ രാജ്യം പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു 40-40 കൊല്ലത്തെ ചരിത്രമെടുത്താൽ ജനതാ മൂവ്മെന്റ് ഉണ്ട്, യുവാക്കളുടെ പലവിധ മൂവ്മെന്റുകൾ, പല പാർട്ടികളുടെ ഭാഗമുണ്ട്, സ്വതന്ത്ര മൂവ്മെന്റുകൾ. പക്ഷേ രാജ്യതലസ്ഥാനത്ത് ഇപ്പോൾ 2010 ശേഷം ഉണ്ടായ മൂവ്മെന്റുകളിൽ വളരെ പ്രധാനമായി ആം ആദ്മിക്ക് ശേഷം CJPയെ പറയാൻ കഴിയുമോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രാജ്യതലസ്ഥാനം ഏത് നിലയിലാണ്? ഈ സമരത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിൽ അകപ്പെട്ടു. എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത്? രതീഷ്, ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 12 കൊല്ലത്തിൽ ഉള്ള നരേന്ദ്രമോദി ഭരണത്തിലെ ആദ്യത്തെ ഒരു ഫോഴ്സ്ഡ് റെസിഗ്നേഷനാണ്. അതായത് ഒരു മന്ത്രി ഒരു പ്രതിഷേധത്തെ തുടർന്ന് രാജിവെക്കുന്ന ആദ്യത്തെ സംഭവമാണ് കഴിഞ്ഞ 12 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ ഭരണമെടുത്താൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് മന്ത്രിസഭ പുനഃസംഘടനയിൽ മന്ത്രിമാർക്ക് സ്ഥാനം പോയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിന് അപ്പുറത്തേക്ക് മാറി ഒരു സമരത്തിൻ്റെ, ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നത് ഈ BJP NDA സർക്കാരിൽ ആദ്യമായിട്ടാണ്. ഒരുപക്ഷെ NDA ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഇതിന് കാരണമായിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ആഴ്ച ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പാർലമെൻറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, വിശാഖപട്ടണത്തെ പുതിയ വിമാനത്താവളത്തിൻ്റെ വിഷയം, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടെങ്കിലും ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം കൂടി ഇനി വരും ദിവസങ്ങളിൽ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ ഒരു സമരത്തിൽ. ഇതിപ്പോൾ 3-ാം തവണയാണ് ഒരു നിർദ്ദിഷ്ട ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും സമരത്തിൻ്റെയോ കാരണത്താൽ തീരുമാനങ്ങൾ പിൻവലിക്കേണ്ടി വരുന്നത് BJPക്ക്. ഒന്ന്, ആദ്യം ഈ ലാൻഡ് അക്വിസിഷൻ ബില്ലായിരുന്നു, അതായത് ഭൂമി ഏറ്റെടുക്കൽ ബില്ല് പിൻവലിക്കേണ്ടി വരുന്നൊരു സാഹചര്യം BJPക്ക് ഉണ്ടായിട്ടുണ്ട്. രണ്ടാമതായിട്ട് കർഷക സമരം, 1 കൊല്ലം നീണ്ട കർഷക സമരത്തിനൊടുവിൽ ആ 3 ബില്ലുകളും കാർഷിക ബില്ലുകളും പിൻവലിക്കേണ്ട ഒരു സാഹചര്യം. ഇപ്പോഴിതാ ഒരു മന്ത്രിയെ തന്നെ ബലി കഴിച്ചുകൊണ്ട് ഒരു വലിയൊരു പ്രതിസന്ധിയിൽ നിന്നും BJP കരകയറാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. കരകയറി ഇപ്പോൾ ഈ സമരം മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ സമരത്തെ മൈൻഡ് ചെയ്യാതിരിക്കുക, ഇപ്പോൾ ചെറിയൊരു സംവിധാനമാണ്, ചെറിയ കൂട്ടായ്മയാണ്, അതിന്റെ പ്രതിഷേധം എന്നതിനപ്പുറത്തേക്ക് ഗൗരവം കേന്ദ്ര സർക്കാരും BJPയും കണ്ടിരുന്നില്ലല്ലോ. അപ്പോൾ ഈ സമരം പരിഹരിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ വഷളാകും. അത് എത്രത്തോളം വലിയ ഡാമേജായി മാറും എന്ന പോയിന്റിലായിരിക്കില്ല ഇങ്ങനെ തീരുമാനത്തിലേക്ക്, സെറ്റിൽമെന്റിലേക്ക് എത്തിയത്, മന്ത്രിയെ ഉപേക്ഷിക്കേണ്ടി വന്നത്. തീർച്ചയായും BJPയുടെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പിന്തുണക്കാരെന്ന് പറയുന്ന ഇടത്തരക്കാരും മധ്യവർഗത്തിൽപ്പെട്ടവരും അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരും യുവാക്കളും എന്നൊക്കെയായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത്. അതേ വിഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ വളരെയധികം ശക്തമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ആലോചിക്കേണ്ട ഒരു വലിയ ഘടകം.
നരേന്ദ്രമോദി എന്ന് പറയുന്ന വലിയ ബിംബം ഉടഞ്ഞു വീഴുന്ന ഒരു കാഴ്ച കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് കൂടി അവർ പരിശോധിക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിലാണ് പ്രധാനമന്ത്രി തൻ്റെ വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തത്. FBയിലോ Xയിലോ ഒന്നുമല്ല. അദ്ദേഹം മന്ത്രിമാരോട് ഇൻസ്റ്റാഗ്രാമിൽ സജീവമാകാനും പറഞ്ഞു, യുവാക്കളോട് സമ്മതിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിനർത്ഥം യുവാക്കൾ അകലുന്നു എന്നുള്ള തിരിച്ചറിവ് തന്നെയാണത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ യുവാക്കളും ഈ ഇടത്തരക്കാരുമൊക്കെ തങ്ങളിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ള ആ വലിയ വിലയിരുത്തൽ BJPയെ ഇരുത്തി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 7 കോടി പുതിയ വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്.